പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു കുറിവാക്യം വായിക്കട്ടെ. സങ്കീർത്തനം 56:3, Psalm 56:3. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിൻ്റെ ജീവിതത്തിലെ ആകുലതയും ജീവിതത്തിലെ ഭയവും നിൻ്റെ ചിന്താമണ്ഡലത്തിൽ കുരുങ്ങിക്കിടന്നിട്ട് നിന്നെ ചുരുട്ടി കെട്ടി പിശാചിൻ്റെ കോട്ടയ്ക്കകത്താക്കുന്ന ഒരു അനുഭവമുണ്ടെന്ന് മറന്നു പോകരുത്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മെ എംപവർ ചെയ്ത് നമ്മെ എക്യുപ്പ് ചെയ്യാൻ. അവൻ നമ്മെ ശക്തീകരിച്ച് പ്രാപ്തി തന്ന് നടത്തും. അതിനുവേണ്ടി അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ധൈര്യമുള്ള ജീവിതം, ഭയത്തെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ളൊരു ജീവിതം നീ പഠിക്കും. അല്ലാതെ നിന്നെ അങ്ങ് മോർ കറേജിയസ് ആക്കി അങ്ങ് വിടുവല്ല, നിന്നെ ദൈവം പഠിപ്പിക്കും. ഈ ധൈര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയും ദൈവത്തിൻ്റെ സ്നേഹവും നമ്മളിൽ എപ്പോൾ വലുതായിട്ട് സ്ട്രോങ് ആയിട്ട് വർദ്ധിക്കുന്നുവോ, വിശ്വാസത്തിൻ്റെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും, ചെറിയ സ്റ്റെപ്പായിക്കോട്ടെ, ഉളവായി വരുന്നത് തീർച്ചയായിട്ടും നിന്നെ വളരെ ധൈര്യമുള്ളൊരു വ്യക്തിയാക്കി മാറ്റും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവവുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടെ ദൃഢമാക്കുക. വചനമനുസരിപ്പാൻ തക്കവണ്ണം കൃപ ലഭിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുക. എന്തൂസ്യാസത്തോടുകൂടി, ആവേശത്തോടുകൂടി ദൈവീയ പ്രമാണങ്ങളെ ഫോളോ ചെയ്യുമെന്ന് കുഞ്ഞെ നീ ഹൃദയത്തിലൊന്ന് ഉറച്ചേ. അതുകൊണ്ട് മാറിയിരിക്കുവാനല്ല, സ്ട്രഗിൾസ് വരുമ്പോഴും ധൈര്യത്തോടെ അതിനെ ഫേസ് ചെയ്ത് അതിന്മേൽ ജയമെടുത്ത് ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭയം കടന്നു വന്ന് നമ്മളെ ആക്രമിച്ചിട്ടുണ്ട്, ഒരു സമയത്ത് അല്ലെങ്കിൽ വേറൊരു സമയത്ത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾ നാം ഫേസ് ചെയ്തിട്ടുണ്ട്. ടെററിസ്റ്റ് അറ്റാക്കും ബ്രസ്റ്റ് ക്യാൻസറും ഈ വാക്കുകളൊക്കെ നമ്മെ ഭയപ്പെടുത്തുന്ന അല്ലേ. കൂട്ടാളിയുടെ മരണം, ഒരു കുഞ്ഞ് നഷ്ടപ്പെടുന്നത്, ഇതൊക്കെ നമുക്ക് ഭയമുള്ള കാര്യമാണ്. ഫിനാൻഷ്യൽ ലോസ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതിനെപ്പറ്റി ഓർത്താൽ അത് തീർച്ചയായിട്ടും ഭയം നമ്മിൽ ഉളവാക്കും. നാം ലോൺലി ആയി പോവോ, നാം ഒറ്റയ്ക്കായി പോകുമെന്ന് ഓർക്കുമ്പോൾ അത് നമ്മിൽ ഭയം സൃഷ്ടിക്കും. എന്നാൽ തിരുവചനം മുഴുവനും, ബൈബിൾ മുഴുവനും നമ്മൾ കാണുന്നുണ്ട്, ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്? അത് എഴുതിയില്ലെങ്കിൽ ദൈവത്തിനറിയാം നമ്മളൊക്കെ ഈ ഭയം കൊണ്ട് സ്ട്രഗിൾ ചെയ്യുമെന്ന്. പ്രൈസ് ഗോഡ്. ദൈവം നമ്മെ യൂസ് ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ ധൈര്യമേറ്റെടുത്തേ പറ്റത്തുള്ളൂ. തോൽവിയും ഹ്യൂമിലിയേഷനും എംബ്രാസ്മെൻറ്റും ഒക്കെ വന്നു എന്നിരിക്കും. പക്ഷേ വിശ്വാസത്തിൻ്റെ ഓരോ സ്റ്റെപ്പും ആ സമയത്തിൽ മുന്നോട്ട് സ്പീഡിൽ വെച്ചോണം. ഒന്നിനെയും ഭയമില്ലെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയട്ടെ, ചില വിഷയങ്ങൾ നിന്നെ അപ്പാട് തല കുനിയിക്കുന്നത് കടന്നു വരും. അതുകൊണ്ട് ദൈവമക്കളെ, ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ 56-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം പറയുന്ന പോലെ, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. തീർച്ചയായിട്ടും
ഭയത്തെ അതിജീവിച്ച അനേകരെ നമുക്ക് ബൈബിളിൽ കാണാം. ദൈവം അവർക്ക് തുണ നിന്നുവെങ്കിൽ മുഖപക്ഷമില്ലാത്ത ദൈവം നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് തുണ നിൽക്കത്തില്ലേ? യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ജോഷുവ ചാപ്റ്റർ 1:9, നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ആ കൽപ്പന അനുസരിപ്പാൻ കഴിയുമോ? ദൈവം ഓരോ ഭക്തന്മാരുടെ ജീവിതത്തിലും പല വിധത്തിലാണ് ഇടപെട്ടിട്ടുള്ളത്. പക്ഷേ എന്നൊക്കെ ദൈവം ഇടപെട്ടിട്ടുണ്ടോ അന്നെല്ലാം അത് മിറക്കിളായിട്ട് തീർന്നിട്ടുണ്ട്. ഞാനൊരു സെൻറ്റൻസ് നിങ്ങളോട് പറയട്ടെ. ലിവിങ് ബോൾഡ് കംസ് വിത്ത് പ്രാക്ടീസ്. വെറുതെ ഇരുന്നാൽ കിട്ടത്തില്ല കേട്ടോ. വെറുതെ ഇരുന്നാൽ ധൈര്യം വർദ്ധിക്കത്തില്ല. ലിവിങ് ബോൾഡ് കംസ് വിത്ത് പ്രാക്ടീസ്. പ്രൈസ് ദ ലോർഡ്. യേശു കർത്താവ് ഓരോരുത്തരോട് പറഞ്ഞ് നമുക്കറിയാം അല്ലേ? നിൻ്റെ വല നീ വീശ്, നിൻ്റെ കൈ നീ നീട്ട്, ഈ ചേറ് പോയി വെള്ളം കൊണ്ട് കഴുകുക, ആ കല്ല് നീ ഉരുട്ട്, നീ പോയി പറ. ഈ വാക്കുകളൊക്കെ യേശു കർത്താവിൻ്റെ വാക്കുകളാണ്. പല സമയങ്ങളിൽ പലരോട് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഒരാളുടെ ഒബീഡിയൻസ് അവിടെ വന്നപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും അതിൻ്റെ പുറകെ വന്നു. ഈ ഒബീഡിയൻസ് എന്നുള്ള വാക്ക്, ഈ അനുസരണം എന്നുള്ള വാക്ക് മിക്കവർക്കും അത്ര വലിയ ഇഷ്ടമൊന്നും ഉള്ളതല്ല. എന്നാൽ the word obedience is the pathway to the faith you long for. നീ ആഗ്രഹിക്കുന്ന ആ വിശ്വാസത്തിലേക്ക് എത്താനുള്ള പാത്വേ, വഴിയ അനുസരണം. ഹല്ലേലൂയ. ദൈവം ചിലപ്പോൾ ഒരു ബ്ലൂ പ്രിൻ്റ് നമ്മുടെ കയ്യിൽ തന്നില്ലായിരിക്കാം. പക്ഷെ അവൻ പറയുന്ന ഓരോന്നും അനുസരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം, ജെനസിസ് ചാപ്റ്റർ 12:1, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഹല്ലേലൂയ. അബ്രഹാം പോയോ? പോയി. അവൻ നോക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതം മുഴുവനും അൺസർട്ടനിറ്റിയാണ്. ഒരു ഇൻഫർമേഷനും അവന് കൊടുത്തിട്ടില്ല. ദൈവത്തിൻ്റെ പ്ലാൻ മാത്രം ദൈവം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവനോട് അങ്ങ് പറഞ്ഞു. നമുക്ക് ഒരു സംഗതിയെ പിടിക്കണമെങ്കിൽ വേറൊരു സംഗതി നാം വിട്ടേ പറ്റൂ. ഏതെല്ലാം പിടിക്കേണ്ടതെന്നുള്ള പിടിക്കേണ്ട സംഗതി നമുക്ക് കാണണം, എന്നാലേ നമ്മളതേ കയറി പിടിക്കത്തുള്ളൂ. ദൈവത്തോട് അധികം ഒന്നും അബ്രഹാം ചോദിച്ചില്ല. മറ്റുള്ളവരോടും അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അവൻ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്ത് വെച്ചു. ഞാൻ പറയട്ടെ, നീ അനുസരിക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ ഒരു ത്രൈവിങ് ഫെയ്ത്ത്, ഒരു ഉറവ പോലെ നിൻ്റെ ഹൃദയത്തിൽ വന്ന് നിറയും. അങ്ങനെ നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ നീ പിന്നെ കാണുന്നത് മിറക്കിൾസ് ആയിരിക്കും. ഞാൻ പറയട്ടെ പ്രിയ ദൈവ പൈതലേ, നീ തന്നെ ഒരു മിറക്കിളായിട്ട് മാറും. അതുകൊണ്ട് ഈ ആയിരിക്കുന്ന പ്രശ്നങ്ങളുടെ ലോകത്തിൽ നിന്ന് മാറിപ്പോയിട്ട് ത്രൈവിങ് ഫെയ്ത്തുമായിട്ട് ഒരു അഡ്വഞ്ചറസ് ലൈഫ് ലീഡ് ചെയ്യുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ ആരാണെന്ന് നീ നിന്നോട് തന്നെ ചോദിച്ചാൽ നിനക്ക് മനസ്സിലാകും നീ ആരാണെന്ന്. കഴിഞ്ഞ കാലങ്ങളെല്ലാം മറക്ക് ദൈവവൈതലേ. കഴിഞ്ഞ കാലങ്ങളെയൊക്കെ പുറകിലേക്ക് എറിഞ്ഞുകള. മറ്റുള്ളവരുമായിട്ട് നീ നിന്നെ കമ്പയർ ചെയ്യുന്നത് നീ വിട്ടുകള. നീ യുണീക്കാണെന്ന് നീ തന്നെ മനസ്സിലാക്ക്. when you believe God will work through you, for you and in you. ദൈവം നിന്നിൽ കൂടെ നിനക്ക് വേണ്ടി നിന്നിൽ തന്നെ അത്ഭുതം പ്രവർത്തിക്കും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് വചനം വായിക്കുമ്പോൾ വലിയ വിശ്വാസത്തോടെ വായിക്കുക. ദൈവത്തിൻ്റെ പ്രോമിസസ്
ഒരു പായ്ക്കപ്പലിൽ ആ കെട്ടിവെച്ചിരിക്കുന്ന പായെ കാറ്റ് എങ്ങനെ ഒരു ദിശയിലേക്ക് കൊണ്ടുവന്നു, അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, വിശ്വസ്ത പിതാവേ, ഒരു ത്രൈവിങ് ഫെയ്ത്ത് ഞങ്ങൾക്ക് തരണമേ. ഒന്നും കണ്ട് ഭയപ്പെടാനല്ല, നീ കൽപ്പിക്കുന്നത്, നീ പറയുന്നത് അതുപോലെ അനുസരിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അനുസരണത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.